ഇന്നിപ്പോൾ ആ വീട്ടിൽ രാവിലെ തന്നെ നല്ല തേങ്ങാച്ചോറും തക്കാളി ചട്നിയൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ ഒരു പിടി പിടിച്ച് നേരെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് പോവാണ്. ഇന്നലത്തെ പണി ബാക്കിയുണ്ടല്ലോ. ഇത് കണ്ടില്ലേ, ഈ ഒരു ബെൽറ്റാണ് കേട്ടോ ഇന്നലെ പൊട്ടി 2 കഷ്ണമായിട്ടുണ്ടായിരുന്നത്. അങ്ങനെതാ നമ്മളെ മെക്കാനിക്ക് എന്ന് പറയാനല്ല, നമ്മുടെ പാപ്പൻ തന്നെയാണ്. ആൾ വന്നിട്ട് വണ്ടിയുടെ പണിയെല്ലാം പെട്ടെന്ന് തന്നെ തീർത്തുന്നുണ്ടായിരുന്നു. അങ്ങനെതാ സഫീർക്ക് വിളിച്ചു, ആൾക്കൊരു ഷൂസ് നോക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട്. ഒന്നും കൂടെ പറ്റിയില്ല കേട്ടോ, കാരണം ഇയാളുടെ കാലം ഒടുക്കത്തെ വലുപ്പമാണ്. അങ്ങനെ ഉച്ചയായപ്പം നേരെ മുക്കത വനിതാ ഹോട്ടലിൽ കയറി നല്ലൊരു ഊണ് കഴിച്ചു. ഊണും കഴിച്ചിരിക്കുമ്പോഴാണ് കോഴിക്കോട് സൈറ്റിലേക്ക് പോകണമെന്ന് പറഞ്ഞത്. അങ്ങനെ വണ്ടി എടുത്ത് ഞാനും സഫീർക്ക് നേതാ നമ്മുടെ പൂളാടിക്കുന്നുള്ള സൈറ്റിലേക്ക് വരികയാണ്. ഇവിടെ പണി കഴിയാറായിട്ടുണ്ട്. ഇതുണ്ടല്ലേ, ഇനിയിപ്പോൾ കല്ലൊക്കെ വന്നിട്ട് വേണം പണി തുടങ്ങാനായിട്ട്. സൈറ്റിൻ്റെ അടുത്തുള്ള സീനറി ആണ് കേട്ടോ, അടിപൊളി വൈബാണ്. വൈകുന്നേരങ്ങളിൽ നമ്മൾ ചെക്കന്മാരെല്ലാം കൂട്ടി വന്നിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സൈറ്റ് തന്നെയാണ് കേട്ടോ. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ സ്ഥിര സ്പോട്ടായിട്ടുള്ള ഹോട്ടൽ ഹിൽട്ടണിൽ കയറിയിട്ട് ഞങ്ങൾ വൈകുന്നേരത്തെ ചായ എല്ലാം കുടിച്ച് നേരെ നാട്ടിലേക്ക് പോന്നു. മണാശ്ശേരി എത്തിയപ്പോൾ ചെറിയ രീതിക്കുള്ള ബ്ലോക്കും നല്ല ചെറിയ രീതിക്കുള്ള മഴ ഉണ്ടായിരുന്നു. നമ്മുടെ ചങ്കുതാ ഇവിടെ ബ്ലോക്കൊക്കെ നിയന്ത്രിക്കുന്നുണ്ട് കേട്ടോ. അക്കു മണാശ്ശേരിയാണ്. ഒട്ടുമിക്ക ദിവസങ്ങളിൽ അക്കുവിൻ്റെ അച്ഛനും കൂടിയാണ് ഇവിടുത്തെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാറുള്ളത്. മുക്കത്തെത്തിയപ്പം അനിയേട്ടനും ശംസീർക്കുണ്ടായിരുന്നു. അവരോടൊക്കെ കുറച്ച് നേരം സംസാരിച്ച് നിൽക്കുമ്പോഴാണ് അമരീഷ് വിളിക്കുന്നത്. മനു ഒന്ന് തല ഇറങ്ങി വീണിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവനെയും കൂട്ടി നേരെ EMSലേക്ക്. ഭക്ഷണവും ഉറക്കിൻ്റെയും കുറവിൻ്റെ പ്രശ്നം കേട്ടോ. അങ്ങനെ ട്രിപ്പിട്ട് കിടക്കേണ്ടി വന്നു. ഒരുത്തിനൂടെ പ്രാണവേദന ആണെങ്കിൽ മറ്റൊരുത്തിനൂടെ വീണവേദന കേട്ടോ. ഒരുപാട് തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമയം ഉന്തി നിൽക്കി ഞങ്ങൾ. സമയം 10 മണി ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയപ്പം നല്ല വിശപ്പുണ്ടായിരുന്നു. ചെക്കന് ഭക്ഷണം വേണമെന്ന് പറഞ്ഞപ്പോൾ നേരെ കൊണ്ടുപോയത് മുക്കത്തെ ടാക്കോസിലേക്കാണ്. ഭക്ഷണം കഴിഞ്ഞിട്ട് മതി ബാക്കി പരിപാടിയൊക്കെ എന്ന് പറഞ്ഞ് നേരെ നല്ല ഷവായയും മന്തി റൈസും കഴിച്ചിട്ടാണ് ഞങ്ങൾ നേരെ വീട്ടിൽ പോയത് കേട്ടോ.